കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വീണ്ടും ചൂടുപിടിച്ച ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ പുതിയ മദ്യനയം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിക്കൊണ്ടുള്ള നീക്കത്തിനെതിരെ ശക്തമായ വിമർശനങ്ങളുമായി ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നു. പ്രധാനമായും LDF കൺവീനർ TP രാമകൃഷ്ണൻ തന്നെ സർക്കാരിന്റെ ഈ നീക്കത്തിനെതിരെ പരസ്യമായി രംഗത്ത് വന്നത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. സർക്കാരിന്റെ പുതിയ തീരുമാനം പൂർണ്ണമായും മദ്യലോബിയെ സഹായിക്കാൻ വേണ്ടിയുള്ളതാണെന്നാണ് TP രാമകൃഷ്ണൻ കോഴിക്കോട് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. നികുതി കുറയ്ക്കുന്നതിലൂടെ സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള മദ്യവ്യാപനത്തിന് വഴിയൊരുങ്ങുമെന്നും അത് മദ്യമുതലാളിമാർക്ക് വലിയ തോതിൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്നും അദ്ദേഹം തുറന്നടിച്ചു. ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർ സ്ഥാനത്തിരിക്കുന്ന ഒരു മുതിർന്ന നേതാവ് തന്നെ സർക്കാരിന്റെ നയപരമായ തീരുമാനത്തെ ഇത്രത്തോളം രൂക്ഷമായി വിമർശിക്കുന്നത് അസാധാരണമായ ഒരു കാഴ്ചയാണ്. ഈ വിഷയം പ്രതിപക്ഷത്തിൽ മാത്രമല്ല ഭരണമുന്നണിയിലും വലിയ കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയായ VD സതീശന്റെ വിശദീകരണങ്ങളും നിലപാടുകളും ഒട്ടും തൃപ്തികരമല്ലെന്നാണ് TP രാമകൃഷ്ണൻ അഭിപ്രായപ്പെടുന്നത്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മദ്യനയത്തിന് പുറമെ കേരള രാഷ്ട്രീയത്തിൽ കത്തി നിൽക്കുന്ന CMRL എക്സാലോജിക് വിവാദത്തിൽ LDF കൺവീനർ തന്റെ നിലപാട് വ്യക്തമാക്കി. ആ കേസ് കേവലം രണ്ട് കമ്പനികൾ തമ്മിലുള്ള പ്രശ്നം മാത്രമാണെന്നും അത് അവർ തന്നെ നിയമപരമായി പരിഹരിക്കട്ടെ എന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അന്വേഷണം നടക്കുന്നതിൽ യാതൊരുവിധ എതിർപ്പുമില്ല. എന്നാൽ ആ കേസിന്റെ പേരിൽ CPIM-നെ രാഷ്ട്രീയമായി വേട്ടയാടാനും പാർട്ടിക്കെതിരെ ഉപയോഗിക്കാനുമുള്ള നീക്കങ്ങളെയാണ് തങ്ങൾ വിമർശിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇത്തരം നീക്കങ്ങൾക്കെതിരെ പാർട്ടി എങ്ങനെ പ്രതിഷേധിക്കുമെന്ന് മുൻകാലങ്ങളിൽ കണ്ടിട്ടുള്ളതല്ലേ എന്നും അദ്ദേഹം മാധ്യമങ്ങളെ ഓർപ്പിച്ചു. അതിനിടെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റാൻ പോകുന്ന തരത്തിലുള്ള അഭിമുഖങ്ങളും അദ്ദേഹം തള്ളി. താനിപ്പോൾ കൺവീനർ സ്ഥാനത്ത് തുടരുകയാണെന്നും പാർട്ടി തീരുമാനങ്ങൾക്ക് വിധേയമായാണ് ഓരോരുത്തരും പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മറുവശത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ സ്വീകരിച്ചത് തികച്ചും വ്യത്യസ്തമായൊരു നിലപാടായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം സംസ്ഥാനത്ത് വിൽക്കുന്ന കാര്യത്തിൽ UDF-ന് കൂട്ടായ തീരുമാനമെടുക്കുമെന്നാണ് അദ്ദേഹം സഭയെ അറിയിച്ചത്. പാർട്ടിക്കുള്ളിലും മുന്നണിയിലും ഒറ്റപ്പെട്ട ഒരു സാഹചര്യം വന്നതോടെ മുഖ്യമന്ത്രി തന്റെ നിലപാടിൽ മലക്കം മറിഞ്ഞെന്ന വിമർശനവും ശക്തമാണ്. എന്നാൽ മദ്യനികുതി നിശ്ചയിച്ചതിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന അഴിമതി ആരോപണങ്ങളെല്ലാം മുഖ്യമന്ത്രി പൂർണ്ണമായും നിഷേധിച്ചു. പിണറായി സർക്കാരിന്റെ കാലത്താണ് വീര്യം കുറഞ്ഞ മദ്യത്തിന് സംസ്ഥാനത്ത് ആദ്യമായി അനുമതി നൽകിയതെന്ന് ഇന്നലെ നിയമസഭയിൽ മുഖ്യമന്ത്രി തിരിച്ചടിച്ചിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ സംസ്ഥാനത്തിന് വലിയ തോതിൽ മദ്യമൊഴുകിയ ഒരു സർക്കാരിന്റെ പ്രതിനിധികളാണിപ്പോൾ പുതിയ നയത്തെക്കുറിച്ച് ഉപദേശിക്കാൻ വരുന്നതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പരിഹാസം. ചുരുക്കത്തിൽ മദ്യനയവും അതുമായി ബന്ധപ്പെട്ട നികുതി ഇളവുകളും കേരളത്തിൽ പുതിയൊരു രാഷ്ട്രീയ പോർമുഖം തുറന്നിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇത് നിയമസഭയിലും പുറത്തും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്.